ഞങ്ങളിപ്പോൾ വീട് പണിത് താമസിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി. ഈ 3 വർഷത്തോളം ആയെങ്കിലും ഇപ്പോൾ ആ വീട് പണിത് ജിൻഡോ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത ആ രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു റീപെയിൻറ്റിങ്ങോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ വീട് വരുമ്പോൾ ആ ഫ്രഷ്നെസ് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഫർണിച്ചേഴ്സും നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും, പെയിൻറ്റിങ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഇതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, പൈപ്പ് ഫിറ്റിങ്സ്, ഒന്നിനും ഒരു പ്രശ്നം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും വളരെ ഫ്രഷാണ് ഫീൽ ചെയ്യുന്നത്. ആൻ്റണി. ഞാൻ ബാംഗ്ലൂരിൽ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നു. വാൾമാർട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇത് എൻ്റെ ഭാര്യ മിനി നഴ്സിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. നഴ്സിംഗ് മാനേജറായിട്ട് ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്യുന്നു. ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിൽഡാണ്, അവിടെയാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. ഇതെൻ്റെ മകൻ അലൻ പോൾ. ഞങ്ങൾക്കൊരു മകൾ കൂടിയുണ്ട്, അലീന. അവൾ ഹയർ സ്റ്റഡീസിനായിട്ട് ഓസ്ട്രേലിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് സ്വന്തമായൊരു വീട് നിർമ്മിക്കണമെന്നും വേണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങളതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാറുണ്ട്, മക്കളുടെ കൂടെയും എല്ലാം. അപ്പോൾ നാട്ടിൽ തന്നെ ഒരു വീട് വയ്ക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതുമാത്രമല്ല, നമ്മൾ സിറ്റിയിലും ഒരു ബിസി ലൈഫിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് തിരിച്ചു വന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു ട്രഡീഷണൽ, കേരളത്തിൻ്റെതായ ഒരു തനതായ സംസ്കാരവും ഒരു ട്രഡീഷനും ഉള്ള ഒരു വീട് വേണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ആഗ്രഹം. പക്ഷേ നമുക്ക് വീടിനകത്ത് അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള സൗകര്യങ്ങളും വേണം. ആ രീതിയിലുള്ള കൺസെപ്റ്റാണ് നമുക്ക്. പ്രത്യേകിച്ചും ട്രഡീഷണൽ മോഡൽ നമ്മൾ ആലോചിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഒരു ദീർഘകാലം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഈട് നിൽക്കുന്നതായിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഈ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ആദ്യം ഞങ്ങൾ ആലോചിച്ചത് ഞങ്ങളൊരു റിട്ടയർമെൻറ്റ് ആയി കഴിഞ്ഞിട്ട് വീട് വയ്ക്കാം തിരിച്ചു വരുമ്പോൾ എന്നുള്ളതാണ്. പിന്നീട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി, നമ്മളുടെ നല്ല കാലമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു വീട് വയ്ക്കുന്നതിൽ വലിയ അർത്ഥമില്ലാന്ന് തോന്നി. നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ സുവർണ്ണ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് നല്ലൊരു വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ട് നമ്മുടെ ഡ്രീം ഹൗസ് നമ്മുടെ നല്ല കാലത്ത് തന്നെ പണിയണം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. പിന്നീട് അതിനുശേഷം അതിന് നമ്മളെ സഹായിക്കാൻ പറ്റിയ ഒരാളെ കുറിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റിയത്. കാരണം ഞങ്ങൾ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. മിക്കവാറും അവിടെ സെറ്റിൽഡാണ്. ഞങ്ങളുടെ ഡേ ടു ഡേ വർക്കും ജീവിതം എല്ലാം അവിടെയാണ്. പക്ഷെ നമുക്ക് വീട് വേണ്ടത് നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇവിടെ വീട് പണിയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനോ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യാനൊന്നും നമുക്ക് സാഹചര്യങ്ങളില്ല. അങ്ങനെ നമ്മൾ ആ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയത്, നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റിയത്, നമുക്ക് എല്ലാ ക്വാളിറ്റിയോടും കൂടി ഒരു വീട് നിർമ്മിച്ച് നമ്മുടെ സ്വപ്നത്തിനനുസരിച്ചുള്ള ഒരു വീട് നിർമ്മിച്ച് തരാൻ പറ്റിയ ഒരാളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത്. അങ്ങനെ പല അന്വേഷണങ്ങളും നമ്മൾ ഒരുപാട് ഗൂഗിൾ സെർച്ചും പല കോൺടാക്ട്സ് വഴിയൊക്കെയുള്ള സെർച്ചുകളെല്ലാം ചെയ്തു. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല ഭംഗിയുള്ള വീടുകളൊക്കെ നിർമ്മിച്ചാൽ പല സ്ഥലങ്ങളിൽ പോയി നമ്മൾ കാണുകയും അവരുടെ അഭിപ്രായം തേടുകയൊക്കെ ചെയ്തു. അങ്ങനെ ആണ് നമ്മൾ സെർച്ചിൻ്റെ ഒരു അന്തിമഘട്ടത്തിലാണ് നമ്മൾ ഓഫ്സെറ്റ് ഹോംസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് എത്തുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഗൂഗിൾ സെർച്ചിലാണ് നമ്മൾ ഓഫ്സെറ്റ് ഹോംസിനെ നമുക്ക് കൂടുതൽ ഇഷ്ടമായത്. അതുമാത്രമല്ല, മറ്റുള്ള വ്യക്തികളുടേതായ ഒരു നിർദ്ദേശവും ഉണ്ടായിരുന്നു, ഒരു ബാക്ക്ഗ്രൗണ്ടും അവരുടെ ഫീഡ്ബാക്ക് കൂടി ഉണ്ടായിരുന്നു. ഓഫ്സെറ്റ് ഹോംസിൽ ഞാൻ പ്രത്യേകമായിട്ട് കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതുവഴി വീട് നിർമ്മിച്ച് കിട്ടിയ പലരുടെയും അഭിപ്രായങ്ങൾ, അവരുടെ ജെനുവിനായിട്ടുള്ള ഫീഡ്ബാക്ക്സ് അതിനകത്ത് കാണാൻ പറ്റും. അതിൽ കൂടുതലും വിദേശത്ത് ജോലി ചെയ്യുന്നവരും ഗൾഫ് കൺട്രീസിലും മറ്റിങ്ങയിൽ നാട്ടിലില്ലാത്തവരുമാണ്. അവർക്ക് എങ്ങനെ നല്ല രീതിയിൽ ഒരു വീട് നിർമ്മിച്ച് കിട്ടാനായിട്ട് സാധിച്ചു എന്നുള്ളത് അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിവ്യൂസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ആത്മാർത്ഥമായിട്ട് എഴുതിയ റിവ്യൂസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ചിലരായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ചെയ്തു. എങ്ങനെയാണിത്, അവരുടെ വീട് പോയി കാണുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് തൃപ്തികരമാണെന്നും വിശ്വസനീയമാണെന്നും തോന്നിയതിന് ശേഷം ഞാൻ ഓഫ്സെറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു. ജിൻഡോ ആണ് അതിൻ്റെ പ്രൊപ്രൈറ്ററായിട്ട്, അതിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ജിൻഡോയായിട്ട് നേരിട്ട് സംസാരിച്ചു. ജിൻഡോ വളരെ ഓപ്പണായിരുന്നു. നമ്മളുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് അത് കേട്ടിരുന്നു. അതിനുശേഷം
നമുക്ക് കുറച്ചുകൂടി നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രീം ഹോം നമുക്ക് നിർമ്മിക്കാനായിട്ട് നമ്മൾ തുടരുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ചുകൂടി ഐഡിയാസും പ്രാക്ടിക്കൽ അപ്രോച്ചെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കുറേ വീടുകൾ കൊണ്ടുപോയി കാണിച്ച് തരാമെന്നുള്ളതും ജിൻഡോ സമ്മതിച്ചു. അപ്പോൾ ജിൻഡോയുടെ നേതൃത്വത്തിൽ ജിൻഡോ പണിത് കൊടുത്തിരിക്കുന്ന വേറെ കുറച്ച് വീടുകളൊക്കെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെയും നമ്മളത് പോയി കണ്ടു. ജിൻഡോ ആയിട്ടുള്ള ഓപ്സെറ്റ് ഹോംസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ പറയുകയാണെങ്കിൽ, സത്യത്തിൽ നമുക്ക് ഒരു വീടിനെക്കുറിച്ചുള്ളൊരു സങ്കല്പവും ഒരു സ്വപ്നങ്ങളും ഉണ്ടാകുമ്പോൾ പല വ്യത്യസ്തമായ ആഗ്രഹങ്ങളുണ്ടാവും. കാരണം നമ്മൾ പല വീടുകൾ കണ്ടിരിക്കുന്നു, പല വീടുകളിലും ചില നല്ല ഭംഗിയുള്ള കാര്യങ്ങളും പല സ്ട്രക്ചറുകളും നമ്മൾ കണ്ടിട്ട് നമ്മളുടെ വീട്ടിൽ അത് വേണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം അതുപോലെ തന്നെ സാധ്യമായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ജിൻഡോ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ജിൻഡോ വളരെ അത് ലിസണിങ് ആയിരുന്നു. നമ്മൾ പറയുന്നതെല്ലാം കൃത്യമായിട്ട് കേട്ടു. നമ്മുടെ ഒരു തടസ്സമില്ലാതെ വളരെ ക്ഷമയോടെ അത് കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് പറയാൻ സാധിച്ചു നമ്മുടെ ആഗ്രഹങ്ങൾ. ജിൻഡോ ഇതെല്ലാം കേട്ടു. അതിനുശേഷം ജിൻഡോ നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളും, ഓരോ പ്രത്യേക സ്ട്രക്ചറിനെ കുറിച്ച്, നമ്മുടെ ട്രഡീഷണൽ വേണമെന്നുള്ള കാര്യങ്ങളും പല പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചിട്ട് അതിനെ പ്രാക്ടിക്കലായിട്ട് ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നുള്ളതും ഏതൊക്കെ കോമ്പിനേഷൻ നമുക്ക് പ്രാക്ടിക്കലാണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തു തരുന്ന രീതിയിലായിരുന്നില്ല. ജിൻഡോയിന് അത് എങ്ങനെ എഞ്ചിനീയറിംഗ് ആയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എങ്ങനെ തരണം എന്നുള്ളത് കൃത്യമായ ധാരണ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ക്ഷമയോടെ. അത് എനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. സ്റ്റാർട്ട് ചെയ്ത സമയത്തായാലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ജിൻഡോ തന്നു. യു ഡോണ്ട് വറി, വി വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദ ആസ്പെക്ട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ജിൻഡോ തന്നിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണം എന്നുള്ള ചെറിയ ഒരു പിന്നീട് വൺസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ജിൻഡോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സജഷൻ കെട്ടിടത്തിൻ്റെ സ്ട്രക്ചറിനോ അതിൻ്റെ സേഫ്റ്റിക്കോ അതിൻ്റെ സ്ട്രെങ്ത്തിനോ തടസ്സമാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും സജഷൻസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ജിൻഡോ അത് അതാ സമയത്ത് കൃത്യമായിട്ട് നമ്മളെ അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ തന്ന് ഒരിക്കലും ഒരു ക്വാളിറ്റിയിലും സ്ട്രെങ്ത്തിലും അതിൻ്റെ ഘടനയിലും ഒരു വിട്ടുവീഴ്ച ജിൻഡോ ചെയ്തിട്ടില്ല. അത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നമ്മളെ കൊണ്ട് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നമ്മുടെ കൂടി പൂർണ്ണ സമ്മതത്തോടെ അത് ശരിയായ രീതിയിൽ യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഓപ്സെറ്റ് ഹോംസിനുണ്ടായിരുന്നത്. അതെനിക്ക് വളരെ നല്ലൊരു ഇതായിട്ട് തോന്നി. നമ്മളിത് എഗ്രിമെൻറ്റ് ചെയ്യുമ്പോഴും ഇതിൻ്റെ കംപ്ലീഷനെ കുറിച്ചും ഇത് നമ്മുടെ വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കൊറോണ കാലത്താണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിനോടനുബന്ധിച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യത്തിൽ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട്, എന്തൊക്കെ സംഭവിക്കും, നമ്മളൊക്കെ ഏതവസ്ഥയിലായിരിക്കും, വീടുകൾ പണി ഇങ്ങനത്തെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുമോ, ഇതെല്ലാം. കാരണം ഇതിന് ആവശ്യത്തിനുള്ള ജോലിക്കാരെ കിട്ടുമോ, ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കിട്ടുമോ എന്നുള്ള സംശയമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ജിൻഡോ ആയിട്ടുള്ള ഇൻട്രാക്ഷനിൽ, ഓപ്സെറ്റ് ഹോംസ് ആയിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ബാംഗ്ലൂരാണ് റിമോട്ട് വർക്ക്, അവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴും ഈ ഗതാഗതവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ജിൻഡോ തരുമായിരുന്നു. അതുമാത്രമല്ല, ജിൻഡോയുടെ കൂടെ പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എല്ലാവരും നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള ആൾക്കാരാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കൊറോണ ടൈമിലുണ്ടായ ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾ തിരിച്ചു പോകുന്നത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നങ്ങളൊന്നും നമ്മളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷനെ ബാധിച്ചില്ല. ജിൻഡോ നമുക്ക് ഓഫർ ചെയ്തിരുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ തീർക്കാൻ ജിൻഡോന് സാധിച്ചു. ഞങ്ങൾക്ക് കൃത്യമായ സമയത്ത് പ്ലാൻ ചെയ്തിരുന്നത് പോലെ തന്നെ ഹൗസ് വാമിങ് നടത്താനും എല്ലാം സാധിച്ചു. അപ്പോൾ അത് ഞങ്ങൾക്ക് ജിൻഡോനോട് വളരെ താങ്ക്സ് ഉണ്ട്. വിചാരിച്ചതിലും ഭംഗിയായിട്ട് തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായതിനേക്കാളും കൂടുതലായിട്ട് ഓപ്സെറ്റ് ഹോംസ് അവരുടേതായ ഒരു എഞ്ചിനീയറിങ്ങും അവരുടെ ഒരു കലാബിരുദം കൂടി ഇതിനകത്ത് സമ്മേളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായ ഒരു വീടാണ് ഞങ്ങൾക്ക് നിർമ്മിച്ച് കിട്ടിയത്. ഇപ്പോഴായാലും ഞങ്ങളിപ്പോഴും ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്യുന്നവരാണ്. എന്നാലും ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ ഓടി വരും ഇവിടേക്ക് താമസിക്കാനായിട്ട്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് ഈ വീട്ടിൽ താമസിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹവും സന്തോഷമാണ്. എല്ലാവരും ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ചോദിക്കും, നിങ്ങൾ എല്ലാ മാസം ടൂറിന് പോകുന്നുണ്ടല്ലേ? അപ്പോൾ പറയും, യെസ്, ഞങ്ങൾ എല്ലാ മാസം ടൂറിന് പോകുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ വീട് പണിയെക്കുറിച്ച് അറിഞ്ഞ് ഞങ്ങളുടെ സുഹൃത്തുക്കളും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ളവരും ജോലി സ്ഥലത്തുള്ളവരെല്ലാവരും ഈ വീടിൻ്റെ പിക്ചേഴ്സും ഇതെല്ലാം ഷെയർ ചെയ്തപ്പോൾ അവർക്ക് ഇത് വളരെ അത്ഭുതമായിരുന്നു. ഇതൊരു ബംഗ്ലാവ് എന്നാണ് അവർ എന്നോട് പറയുന്നത്. കാരണം നമ്മൾ അത്രയും വലിയ ഹൈ ബഡ്ജറ്റിൽ ചെയ്ത വീടല്ല, നമ്മളുടെ കയ്യിലൊതുങ്ങുന്ന രീതിയിൽ നമ്മൾ ചെയ്തത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തൊരു വീടാണ്. പക്ഷേ ഇത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് ഇത് വളരെ നല്ലൊരു സങ്കല്പമാണ് അവർ കാണുന്നത്. അവരൊക്കെ ഡ്രീം ചെയ്യുന്ന രീതിയിൽ നല്ലൊരു വീടായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങളിപ്പോൾ വീട് പണിത് താമസിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി.
ഈ 3 വർഷത്തോളം ആയെങ്കിലും ഇപ്പോൾ ആ വീട് പണിത് ജിൻഡോ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത ആ രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു റീപെയിൻറ്റിങ്ങോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ വീട് വരുമ്പോൾ ആ ഫ്രഷ്നെസ് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഫർണിച്ചേഴ്സും നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും, പെയിൻറ്റിങ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഇതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, പൈപ്പ് ഫിറ്റിങ്സ്, ഒന്നിനും ഒരു പ്രശ്നം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും വളരെ ഫ്രഷാണ് ഫീൽ ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ ജിൻഡോനോട് വളരെ താങ്ക്ഫുള്ളാണ്. ഇതിൻ്റെ റൂഫിംഗ് ആയിക്കോട്ടെ, പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, വെതർ പ്രൊട്ടക്ഷൻ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഴ നമ്മുടെ വീട്ടിൽ നേരിട്ട് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് ജിൻഡോനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ആ രീതി തന്നെയാണ് ജിൻഡോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ വന്ന് താമസിക്കണമെങ്കിലും ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തെ ഒരു മെയിൻ്റനൻസിൻ്റെ ക്ലീനിങ്ങിൻ്റെ ആവശ്യമുള്ളൂ ഞങ്ങൾക്ക് വീടിനകത്ത് കയറി താമസിക്കാനായിട്ട്. ഇതെല്ലാം ഗേറ്റഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. എല്ലാ സംവിധാനങ്ങളും സുരക്ഷിതമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജിൻഡോനോട് വളരെ താങ്ക്ഫുള്ളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജിൻഡോ എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ജിൻഡോ ഒരിക്കലും തയ്യാറല്ല. ഒരു കാരണവശാലും പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ജിൻഡോ ഇതുവരെയായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജിൻഡോൻ്റെ ബ്രാൻഡ് വാല്യൂവിനെയും, ഒപ്സെറ്റ് ഹോംസിൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂവിനെയും അതിൻ്റെ നിലനിൽപ്പിനെയും കുറിച്ച് കൂടുതൽ ബോധവാനായിട്ടുള്ള ഒരാളാണ്. ജിൻഡോ ചെറുപ്പമാണ്. ജിൻഡോയുടെ കരിയറിൽ ജിൻഡോ ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. സോ ജിൻഡോയുടെ ഫ്യൂച്ചറിനെ കുറിച്ചും ജിൻഡോ ചെയ്തു കൊടുക്കുന്ന വർക്കുകളുടെ നിലനിൽപ്പിനെ കുറിച്ചും അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചും ജിൻഡോ വളരെ കൺസേൺഡും ബോധവാനുമാണ്. അത് എനിക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കോൺഫിഡൻസ് ആണ്. ജിൻഡോ നമുക്ക് മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ചെയ്തു തരില്ല എന്നുള്ളത് നമുക്ക് വളരെ ഉറപ്പായിരുന്നു. അത് ഇപ്പോഴും ഞാനതിൽ തന്നെ വിശ്വസിക്കുന്നു. മറ്റുള്ള ബിൽഡിങ്സ് ജിൻഡോ ചെയ്തു കൊടുത്തിരിക്കുന്നതിലും നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ വീട് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ സ്വപ്നങ്ങൾ, നമ്മളുടെ ഓരോ ഡിസൈൻ, ചെറിയ ചെറിയ മൈന്യൂട്ട് ഡിസൈൻസ് വരെ നമ്മൾ ജിൻഡോ ആയിട്ട് സംസാരിക്കുമായിരുന്നു. ജിൻഡോ ആയിട്ട് നമ്മൾ സംസാരിക്കും. പണ്ട് എൻ്റെ സങ്കല്പത്തിൽ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു അല്പം ഡിസ്റ്റൻസിലാണ് നമ്മൾ അങ്ങനെ ഒരു വ്യക്തിനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അവരെന്തെങ്കിലും പറയും, നമ്മളെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ അത് സാധിക്കില്ല. പക്ഷേ ജിൻഡോ വളരെ അടുത്തൊരു സുഹൃത്തായിട്ട് തന്നെ നമ്മൾ ഇടപെട്ടുകയും നമുക്ക് എപ്പോൾ വിളിച്ചാലും നമ്മളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിന് കൃത്യമായിട്ട് മറുപടി തരികയും എല്ലാം ചെയ്ത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ജീവിതത്തിൽ നല്ലൊരു സുഹൃത്തിനെ കൂടിയാണ് ഈ ഒരു വീടിനെ കൺസ്ട്രക്ട് ചെയ്തതിലൂടെ കിട്ടിയത്. നമ്മളെപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്, പല ഫീഡ്ബാക്സ് നമ്മൾ കൈമാറാറുണ്ട്. ഐ ആം റിയലി താങ്ക്ഫുൾ ഫോർ ജിൻഡോ. ഈ ഒരു വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് എൻ്റെ സഹധർമ്മിണി മിനിക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. എന്നേക്കാൾ കൂടുതലായിട്ട് ഇതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക്, ഇതിൻ്റെ ഡിസൈനിലേക്കും, ഓരോ ഭാഗത്ത് എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് ആഗ്രഹങ്ങൾ ഷെയർ ചെയ്യുകയും അത് ജിൻഡോ ആയിട്ട് സംസാരിക്കുകയും വിട്ടുവീഴ്ചയില്ലാതെ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളും ക്വാളിറ്റിയും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മിനിയുടെ അഭിപ്രായം എനിക്ക് പറയാം. എങ്ങനെയായിരുന്നു മിനി ഈ കാലഘട്ടത്തിൽ? അഭിപ്രായം തന്നെ. പിന്നെ ഈ വീട്ടിലുള്ള എല്ലാ വർക്കുകളും, അതായത് നമ്മൾ പല ആളുകളെ വേറെ വെണ്ടേഴ്സിനെ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിക്കേണ്ടി വന്നില്ല. ജിൻഡോ തന്നെ എല്ലാ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും പെയിൻറ്റിങ് എല്ലാം, അതായത് പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. എല്ലാം ജിൻഡോ തന്നെ ഏറ്റെടുത്ത് ചെയ്ത് അത് നമുക്ക് വലിയൊരു റിലീഫായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങളുടെ ഒരു ഡ്രീം ഹോം ഞങ്ങൾക്ക് ചെയ്ത് കിട്ടി. ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ് ഈ വർക്കിൽ. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. കാരണം ഞങ്ങൾ ഈ വീടിനെ കുറിച്ചുള്ള സങ്കല്പം പ്രധാനമായിട്ട് എൻ്റെയും മിനിയുടെയും മനസ്സിലാണ് ഈ വീട് ഞങ്ങൾക്ക് ഒരു സ്വപ്നഭവനത്തിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇതെല്ലാം വന്നത്. പിന്നെ ഞങ്ങൾ മനസ്സിലാലോചിച്ചപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമായത്, നമ്മൾ എത്ര കാലം ഈ വീട്ടിൽ താമസിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മളൊരു വീട് നിർമ്മിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി ജീവിക്കാൻ കരുതിയിട്ടുള്ള ഒരു വീടാണ് എൻ്റെ സങ്കല്പത്തിൽ ഞാൻ പണിയുന്നത്. നമ്മൾ പണിയുന്ന വീട് അടുത്ത തലമുറയ്ക്കും കൂടി അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത തലമുറ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്കും കൂടിയും അവർക്ക് ഉപയോഗിക്കണമെങ്കിൽ അവർക്കും കൂടി ഇഷ്ടമുള്ള ഒരു വീടായിരിക്കണം. അതുകൊണ്ട് നമ്മളുടെ ഈ വീടിൻ്റെ ഡിസൈനുകളിലും ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും നമ്മളുടെ മക്കളെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരുമാതിരി എല്ലാ തീരുമാനങ്ങളും എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ നാട്ടിൽ പോയി നമ്മളൊരു വീട് വയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ മക്കൾക്ക് അവർ ബാംഗ്ലൂർ സെറ്റിലാണ്, അവിടെ ഫ്രണ്ട്സ് എല്ലാവരും ബാംഗ്ലൂരാണ്. അവരാദ്യം പറയുമായിരുന്നു, ഇല്ല നാട്ടിലേക്ക് ഞങ്ങളില്ല, ഞങ്ങൾ ബാംഗ്ലൂരാണ്. ആ രീതിയിലൊരു അഭിപ്രായമാണ് അവർ പറയാറ്. പക്ഷെ നമ്മൾ ദീർഘവീക്ഷണത്തോടെ അവരെ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് അവരെ കൂടിയും ഇതിൻ്റെ പ്ലാനിങ്ങിലും കാര്യങ്ങളിലേക്കും കൊണ്ടുവന്ന് സ്ലോലി അവർക്ക് ഇത് ഇഷ്ടമാകാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൻ്റേതായ പ്രകൃതി രമണീയതയും കാലാവസ്ഥയും മറ്റുള്ള ജീവിത സാഹചര്യങ്ങളും എല്ലാം കൊണ്ടും
അവർക്ക് ഇതിനോട് താല്പര്യം തോന്നി തുടങ്ങി. പിന്നീട് ഈ അതിൻ്റെ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് അടുത്തടുത്ത് വരുന്തോറും അവർക്ക് ഈ വീട് പണിയുന്നത് വന്ന് കാണാനും അതിൻ്റെ ഓരോ സൗകര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് പോലെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാനും അവർക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അവരുടെ ആഗ്രഹങ്ങൾ ആദ്യം അവർക്ക് ബാംഗ്ലൂർ മതി, നാട്ടിൽ വരണ്ട എന്ന് പറഞ്ഞിരുന്നവർ അതിൽ നിന്നും നമുക്ക് നാട്ടിൽ പോവാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് നാട്ടിൽ പോവാം, നമ്മുടെ വീട്ടിൽ താമസിക്കാം, അവർ ഹാപ്പിയാണ്. അതിനെക്കുറിച്ച് മിക്കവാറും എൻ്റെ മകൻ്റെ അഭിപ്രായം തന്നെ നമുക്ക് നേരിട്ട് കേൾക്കാം. അവരെ എങ്ങനെയാണ് ഇത് എടുത്തത്, അവർക്ക് ബാംഗ്ലൂർ എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നും നാട്ടിലും കൂടിയുള്ള ഒരു വീട് എങ്ങനെ അവർക്ക് ഇഷ്ടമായി എന്നുള്ളത് മിക്കവാറും അല്ലെന്ന് പറയാൻ കഴിയുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ വീട് പണിയുന്നത് എൻ്റെ വിഷായിരുന്നു. ഔട്ട്സൈഡ് ട്രഡീഷണൽ ആണെങ്കിലും ഇൻറ്റീരിയർ നല്ല മോഡേൺ ആയിട്ടുണ്ടായിരുന്നു. ആ വിഷ് ഫുൾഫിൽ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ബാൽക്കണീസും വേണമെന്നുണ്ടായിരുന്നു, അത് ഫുൾഫിൽ ആയിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് തോന്നിയത് ബാംഗ്ലൂരാണ് ബെറ്റർ ഇതിനെ ഇവിടെ ബിൽഡ് ചെയ്യണമെന്നൊക്കെ. പക്ഷെ കംപ്ലീഷൻ നിയർ ആവുമ്പോഴേക്കും വെരി ഗുഡ് ആയിട്ടുണ്ട്.